അമ്മയും മക്കളും ബന്ധുക്കളുമെല്ലാം ഒന്നിച്ചാഘോഷിക്കുന്ന അത്യപൂർവ നിമിഷങ്ങൾ. ആ യാത്രയ്ക്കിടെ ചെറിയൊരു അപകടമോ ദുരന്തമോ സംഭവിച്ചാൽ മതി സന്തോഷം ദുഃഖമായി മാറാൻ. പാലക്കാട് കടമ്പഴിപ്പുറത്ത് നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 40 പേരടങ്ങുന്ന ഒരു സംഘം കർണാടകയിലെ ചിക്കമംഗളൂരുവിലേക്ക് വിനോദയാത്ര പോയതാണ്. പരീക്ഷയൊക്കെ കഴിഞ്ഞതിനാൽ കുട്ടികളെയും ഒപ്പം കൂട്ടി. കുന്നും മലയും വെള്ളച്ചാട്ടവും വ്യൂ പോയിന്റുമൊക്കെയുള്ള മനോഹരമായ സ്ഥലങ്ങൾ. എല്ലാവരും ഏറെ ആനന്ദം കണ്ടെത്തിയ സമയം. അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴാണ് ഒരാളെ കാണാനില്ലെന്ന വിവരം അറിയുന്നത്. ശ്രീനന്ദ എന്ന 15-കാരിക്ക് വേണ്ടി പിന്നീട് ഊർജിതമായി തിരച്ചിൽ നടത്തി. 4 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം ആ പെൺകുട്ടിയുടെ മൃതദേഹം കൊക്കയിൽ നിന്നും കണ്ടെടുക്കുന്നു. എന്താണ് ശ്രീനന്ദയ്ക്ക് സംഭവിച്ചത്? അവളെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പാട്ടും നൃത്തവും ആഘോഷവുമായി വിനോദയാത്രയ്ക്ക് പോയതാണ് പാലക്കാട് കടമ്പഴിപ്പുറത്തു നിന്നുള്ള 40-അംഗ സംഘം. കുട്ടികളുടെ പരീക്ഷ കഴിഞ്ഞ് കർണാടകത്തിലെ ചിക്കമംഗളൂരിലേക്ക് കുടുംബസമേതമുള്ള യാത്ര. എന്നാൽ ഒരൊറ്റ നിമിഷം കൊണ്ടാണ് അവരുടെ ആനന്ദം കണ്ണീരായി മാറിയത്. വിനോദസഞ്ചാര സംഘത്തിലെ 15-കാരി ശ്രീനന്ദ കൂട്ടം തെറ്റിയെങ്കിലും അവൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെ 4 ദിവസത്തോളം തിരച്ചിൽ നടത്തി. ഒടുവിൽ 1500 അടി താഴ്ചയിൽ നിന്ന് ആ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. ശ്രീനന്ദയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. ആ 15 മിനിറ്റിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നതിലാണ് ദുരൂഹത. ബാബ ബുഡാൻഗിരിയിലെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപം ചൊവ്വാഴ്ച വൈകിട്ട് 5:30-യോടെയാണ് ശ്രീനന്ദയെ കാണാതായത്. പാലക്കാട് കടമ്പഴിപ്പുറത്തെ രമേശ് രോഹിണി ദമ്പതിമാരുടെ മകളാണ് ശ്രീനന്ദ. കുട്ടിയും മാതാപിതാക്കളും ഉൾപ്പെടെ 40-അംഗ സംഘമാണ് വിനോദയാത്രയ്ക്കെത്തിയിരുന്നത്. വൈകിട്ട് 5:20 വരെ കുട്ടി മാതാപിതാക്കളുടെ കൂടെയുണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്ന് കാണാതായി. 5:20 കുടുംബത്തോടൊപ്പം എടുത്ത ഫോട്ടോയിൽ കുട്ടി പിന്നിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ 5:35 എടുത്ത ഫോട്ടോകളിൽ കുട്ടിയെ കാണാനില്ല. 15 മിനിറ്റിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നത് ഇപ്പോഴും ദുരൂഹമാണ്. സംഘം തിരിച്ചിറങ്ങുന്നതിനിടയിലാണ് ഒരാളെ കാണാനില്ലെന്ന വിവരം അറിയുന്നത്. വെള്ളച്ചാട്ടത്തിൽ വീണെന്ന് ആദ്യം സംശയമുയർന്നെങ്കിലും തെരച്ചിലിന് ശേഷം പോലീസ് ഈ സാധ്യത തള്ളിയിരുന്നു. കുട്ടിയെ കാണാതായതിന് സമീപത്തെ വെള്ളച്ചാട്ടത്തിലും കുന്നിലും വ്യാപകമായ തെരച്ചിലാണ് നടന്നത്. കൊക്കകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ടും ഫലമുണ്ടായില്ല. ശ്രീനന്ദയെ കണ്ടെത്താനായി രൂപീകരിച്ച പ്രത്യേക ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുന്നതിനിടയിലാണ് ബാബ ബുഡാൻഗിരിക്ക് താഴെ ഹർഷനഗുപ്പയിൽ 1500 അടി താഴ്ചയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. 40-അംഗ സംഘത്തിലെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ 15 പേർ അന്വേഷണ സംഘത്തെ സഹായിക്കാൻ സ്ഥലത്ത് തങ്ങിയിരുന്നു. ഇവരുടെ പ്രതീക്ഷകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന ദുഃഖകരമായ വാർത്തയെത്തിയത്. സംഭവത്തിൽ ദുരൂഹതയുള്ളതായാണ് കുടുംബത്തിന്റെ ആരോപണം. ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം പോലീസ് അടക്കം നേരത്തെ പരിശോധിച്ചിരുന്നുവെന്ന് വല്യച്ഛൻ ശശിധരൻ പറഞ്ഞു. അപ്പോൾ കണ്ടെത്താൻ കഴിയാത്ത മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ട്. കുട്ടിയെ കാണാതായിട്ട് 4 ദിവസത്തോളമായെങ്കിലും മൃതദേഹത്തിന് അത്രയും പഴക്കമില്ല. മാണിക്യധാര വെള്ളച്ചാട്ടത്തിൽ നിന്ന് കയറി വരുന്നയിടത്താണ് വാഹനം പാർക്ക് ചെയ്തിരുന്നത്. മൃതദേഹം മറുവശത്തായിരുന്നു. എന്നാൽ അവിടേക്ക് ശ്രീനന്ദ പോയിട്ടില്ലെന്നും കാണാതായത് വ്യൂ പോയിന്റിൽ നിന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് നായ മണം പിടിച്ചെത്തിയത് ഒരു കടയുടെ അടുത്തേക്കാണ്. കടയുടമയെ പോലീസ് ചോദ്യം ചെയ്തില്ല. പ്രദേശവാസികളിൽ നിന്ന് വിവരം തേടിയില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. ചെരുവിലേക്ക് ഇറങ്ങി തെരച്ചിൽ നടത്തി. പിറ്റേ ദിവസം പിന്നെ അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് രാവിലെ ഒരു പോലീസുകാരൻ വൈകിയപ്പോൾ ഞങ്ങളുടെ ടീം മൊത്തം അപ്പൊ കാണാത്ത ബോഡി ഇപ്പൊ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ അതിലൊരു ദുരൂഹത. മാണിക്യധാര വെള്ളച്ചാട്ടത്തിൽ നിന്ന് നേരിട്ട് അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിന് അപ്പുറത്താണ് ഈ ചരിവുള്ളത്. ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ചരിവുള്ളത്. അപ്പോൾ അവിടേക്ക് കുട്ടി പോയിട്ടില്ല. ലാസ്റ്റ് കുട്ടി നമ്മൾ കാണാതായത് ഈ സൈഡ് വ്യൂ പോയിന്റിലാണ്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ ലാസ്റ്റ് കണ്ടത്. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നത് കുട്ടി ഇപ്പുറത്തെ സൈഡിലോട്ടായിരുന്നു. അപ്പോൾ
ആ പാർക്കിങ്ങിന് ഇടയ്ക്കുള്ള 100-150 മീറ്ററിൻ്റെ ഈ സൈഡിലാണ് ഈ കുട്ടി വന്നത്. അവിടെ നിന്ന് 10 നമ്മൾ കുട്ടി കാണാതെ നമ്മൾ തിരയുമ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മ ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് നോക്കി ഇവിടെ പുറപ്പേരവിടെ താഴെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അവിടെ പോയിട്ടില്ല എന്നുള്ള വലിയ ഷോക്ക്. ശ്രീനന്ദി അടങ്ങുന്ന സംഘം സന്ദർശിക്കുമ്പോൾ മറ്റു 10 പേർ കൂടി ഇവിടെ ഉണ്ടായിരുന്നു. ഇവരെ CCTV ദൃശ്യങ്ങളിലൂടെ തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ് പോലീസ്. മകളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് സംശയമുള്ളതായാണ് മാതാപിതാക്കൾ ചിക്മഗളൂരു നോർത്ത് പോലീസിന് നേരത്തെ മൊഴി നൽകിയത്. ലഹരി നൽകി ആരെങ്കിലും കടത്തിക്കൊണ്ടുപോയതാകാമെന്നും ഇവർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ധാരാളം വ്യാജകരും മറ്റുമുള്ള സ്ഥലമാണിത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം വൈകിട്ടോടെയാണ് മൃതദേഹം മുകളിലെത്തിച്ചത്. Doubts there in the parents. So finally, is result is investigation. After the investigation, is result come and after the postmortem report come and test for lab. ഫോറൻസിക് സയൻസ് ലാബിലെ പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം വ്യക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. പ്രാഥമികമായിട്ട് ഇപ്പോൾ അവർക്ക് പ്രത്യേകിച്ചിട്ടൊന്നും പറയാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ബോഡി കാണാനില്ല, മിസ്സിംഗ് ആയിരുന്നു. ബോഡി ഇന്നിപ്പോൾ താഴെന്ന് കിട്ടിയിട്ടില്ല. ബോഡി എങ്ങനെ താഴെ വന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്, അത് നിലനിൽക്കുന്നുണ്ട്. അത് പിന്നിപ്പോൾ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ആശങ്ക ക്ലിയർ ആയി കിട്ടും. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഫലം കാത്തിരിക്കുകയായിരുന്നു ശ്രീനന്ദ. ഈ മാസം 4-നാണ് വിനോദയാത്രാ സംഘം യാത്ര ആരംഭിച്ചത്. സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് കർണാടക പോലീസ് നടത്തുന്നത്. ന്യൂസ് 18 ചിക്കമഗളൂരു. റിയൽ കേരള സ്റ്റോറി എന്ന രീതിയിൽ കൊട്ടിഘോഷിച്ച് നടന്ന വിവാഹം വധൂവരന്മാരെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും രാഷ്ട്രീയ നേതാക്കളുടെ നീണ്ട നിര. മതേതരത്വത്തിനും മനുഷ്യസ്നേഹത്തിനും പേരുകെട്ട നാടാണ് കേരളമെന്ന് പറഞ്ഞ് കല്യാണ ഫോട്ടോ സ്റ്റാറ്റസ് ആക്കിയവരുണ്ട്. എന്നിട്ടിപ്പോൾ എന്തായി? മഹാകുംഭമേളയിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ പെൺകുട്ടിക്ക് വിവാഹം കഴിക്കുമ്പോൾ പ്രായപൂർത്തിയായില്ലെന്ന് കണ്ടെത്തൽ. ഇതോടെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസും. മധ്യപ്രദേശിലെ മഹേശ്വർ പോലീസാണ് ഫർമാൻ ഖാനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. ഈ സംഭവത്തിന് പിന്നിൽ ചില സംഘടനകൾക്കോ വ്യക്തികൾക്കോ പങ്കുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഇനി കല്യാണം നടത്താൻ കൂട്ടുനിന്നവർക്കും കൂട്ടുവീഴുമോ എന്നാണ് അറിയേണ്ടത്. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ മുത്തുമാലകൾ വിൽക്കുന്നതിനിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ പെൺകുട്ടി കേരളത്തിൽ വെച്ച് സിനിമയിൽ അഭിനയിക്കുമ്പോഴായിരുന്നു പ്രണയവും വിവാഹവും. പിന്നീട് പെൺകുട്ടിയുടെ പ്രായത്തെ ചൊല്ലിയും ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടും വിവാദങ്ങൾ ഉയർന്നു. അതിനിടെ പെൺകുട്ടിയും ഭർത്താവ് ഫർമാൻ ഖാനും പ്രായപൂർത്തിയായെന്ന രീതിയിൽ രേഖകൾ ഉൾപ്പെടെ നിരത്തി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു. എന്നാൽ സംഭവത്തിൽ മധ്യപ്രദേശ് പോലീസ് അന്വേഷണം നടത്തിയതോടെയാണ് കേസിൽ വഴിത്തിരിവുണ്ടായത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്ന് കണ്ടെത്തിയതോടെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് നടത്തിയ അന്വേഷണത്തിലാണ് വിവാഹ സമയത്ത് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന വിവരം പുറത്തുവന്നത്. ഇതിനെ തുടർന്നാണ് മധ്യപ്രദേശിലെ മഹേശ്വർ പോലീസ് ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്തത്. കുട്ടിയും ഫർമാൻ ഖാനും തമ്മിലുള്ള വിവാഹം പ്രണയവിവാഹമായാണ് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെട്ടത്. എന്നാൽ പെൺകുട്ടിയുടെ പ്രായത്തെക്കുറിച്ച് പരാതി ഉയർന്നതോടെ കേരളത്തിലും മധ്യപ്രദേശിലുമായി വിശദമായ അന്വേഷണം നടത്തുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. കുട്ടി മധ്യപ്രദേശിലെ പാർധി ഗോത്ര വിഭാഗത്തിൽപ്പെട്ടതാണെന്നും മഹേശ്വരിലെ ആശുപത്രി രേഖകൾ പ്രകാരം 2009 ഡിസംബർ 30-നാണ് ജനിച്ചതെന്നും കണ്ടെത്തി. 2026 മാർച്ച് 11-ന് കേരളത്തിൽ വിവാഹം നടക്കുമ്പോൾ 16 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. വിവാഹം നടന്നത് കേരളത്തിലാണെന്നും പ്രായപൂർത്തിയായെന്ന് കാണിക്കാൻ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു.
ഈ വ്യാജരേഖ റദ്ദാക്കാൻ അധികൃതർ ഉത്തരവിട്ടു. കേരളത്തിൽ വ്യാജരേഖകൾ ഉപയോഗിച്ചാണ് വിവാഹം രജിസ്റ്റർ ചെയ്തത്. വിവാഹം നടന്ന ക്ഷേത്രാധികൃതർ ദമ്പതികൾ നൽകിയ ആധാർ വിവരങ്ങളെയാണ് ആശ്രയിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വധുവിന്റെ ഗോത്രപശ്ചാത്തലം പരിഗണിച്ച് ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമത്തിന് പുറമെ ഭാരതീയ ന്യായ സംഹിത SC/ST പീഡന വിരുദ്ധ നിയമം എന്നിവ പ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിന് പിന്നിൽ ചില സംഘടനകൾക്കോ വ്യക്തികൾക്കോ പങ്കുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാരോട് ഏപ്രിൽ 22-ന് ഡൽഹിയിൽ ഹാജരാകാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഓരോ 3 ദിവസത്തിലും കേസിലെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ വിവാഹത്തിന് പിന്തുണ നൽകിയവരും നിയമക്കുരുക്കിൽപ്പെട്ടേക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പഠനകാലം മുതൽ പ്രണയിച്ച് നടന്നവർ പിന്നീട് വീട്ടുകാരുടെ ചെറിയ എതിർപ്പുകളെ മറികടന്ന് വിവാഹം കഴിച്ചു. അതിനുശേഷമാണ് ദിവ്യശ്രീക്ക് പോലീസിൽ ജോലി ലഭിക്കുന്നത്. ഭാര്യ പോലീസുകാരിയായപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് രാജേഷാണ്. എന്നാൽ ഓട്ടോ ഡ്രൈവറായ അയാളുടെ മനസ്സിൽ പിന്നീട് അപകർഷതാബോധം കടന്നുകൂടിയിരിക്കാം. അങ്ങനെ രാജേഷ് മദ്യപാനം തുടങ്ങി. അതോടെ വീട്ടിൽ പ്രശ്നങ്ങളും. അതൊടുവിൽ വിവാഹമോചനത്തിലേക്ക് നീങ്ങിയതോടെയാണ് കണ്ണൂർ കരിവെള്ളൂരിനെ നടുക്കിയ കൊലപാതകം. ദാമ്പത്യ പ്രശ്നത്തെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി രാജേഷിന് 3 ജീവപര്യന്തം തടവ് ശിക്ഷ. കൊലപാതകം നടന്ന് 1.5 വർഷം തികയും മുൻപാണ് കണ്ണൂർ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി അപൂർവമായ ശിക്ഷ വിധിച്ചത്. കരിവെള്ളൂർ സ്വദേശിനി ദിവ്യശ്രീയെ 2024 നവംബർ 21-ന് വൈകിട്ട് വീട്ടിൽ വെച്ചാണ് ഭർത്താവ് രാജേഷ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ദിവ്യശ്രീയും രാജേഷും കുറച്ചു നാളുകളായി അകന്നു കഴിയുകയായിരുന്നു. ഇവരുടെ വിവാഹമോചന പരാതി കണ്ണൂർ കുടുംബ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സമയം. വിവാഹമോചന കേസിൽ സംഭവ ദിവസം രാവിലെ ദിവ്യശ്രീ കോടതിയിൽ ഹാജരായി ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഇതാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥയായ ദിവ്യശ്രീ സംഭവ ദിവസം രാത്രി ശബരിമലയിൽ സേവനത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിനിടെ ഭാര്യ വീട്ടിൽ അതിക്രമിച്ചു കയറിയ രാജേഷ് വീടിന്റെ വരാന്തയിൽ നിൽക്കുകയായിരുന്ന ദിവ്യശ്രീക്ക് നേരെ പെട്രോൾ ഒഴിച്ച ശേഷം പലതവണ വെട്ടി. രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതിയെ ഗേറ്റിന് സമീപം വരെ പിന്തുടർന്ന് ആക്രമിച്ചു. തടയാൻ ശ്രമിച്ചപ്പോൾ ദിവ്യശ്രീയുടെ അച്ഛൻ വാസുവിനെയും വെട്ടി പരിക്കേൽപ്പിച്ചു. ബൈക്കിലെത്തിയ പ്രതി അക്രമത്തിന് ശേഷം വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ATM-ൽ നിന്ന് പണം പിൻവലിച്ച പ്രതി വളപട്ടണത്തെ ബാറിലെത്തി മദ്യപിക്കുന്ന വിവരമറിഞ്ഞാണ് പോലീസ് അവിടെ എത്തുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ദിവ്യശ്രീയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദിവ്യശ്രീയെ കൊലപ്പെടുത്തുകയും തടയാനെത്തിയ അച്ഛനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് കേസ്. പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടർ ശ്രീഹരിയാണ് കേസ് അന്വേഷിച്ചത്. SHO ശ്രീഹരിയെ 5 ദിവസം വിസ്തരിച്ചു. ദിവ്യശ്രീയുടെ അച്ഛൻ വാസു, അയൽവാസി ശശിമോഹൻ, ദിവ്യശ്രീയുടെ അനുജത്തി പ്രവിത, മൃതദേഹം പരിശോധിച്ച കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പ്രജിത്ത് എന്നിവരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു. കേസിൽ സംഭവ സമയത്തെ CCTV ദൃശ്യം കോടതിയിൽ ഹാജരാക്കി പ്രദർശിപ്പിച്ചിരുന്നു. ആയുധം കണ്ടെത്തിയതിന്റെയും വാങ്ങുന്നതിന്റെയും ഉൾപ്പെടെയുള്ള CCTV ദൃശ്യവും കോടതിയിൽ ഹാജരാക്കി. 102 രേഖകളും 51 തൊണ്ടിമുതലും ഹാജരാക്കി. കൊലപാതകം, വധശ്രമം, കൊലപാതകത്തിനായി വീട്ടിൽ അതിക്രമിച്ചു കയറൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. ഇതോടെയാണ് ഭർത്താവ് രാജേഷിന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 3 ജീവപര്യന്തം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. 3 വകുപ്പുകളിൽ 3 ജീവപര്യന്തവും 1 വകുപ്പിൽ 7 വർഷം തടവുമാണ് ശിക്ഷ. ന്യൂസ് 18 കണ്ണൂർ.
വിദേശത്തുള്ള സുഹൃത്തുക്കൾ നാട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ സൽക്കാരം ഒരുക്കാറുണ്ടല്ലേ? അവർ കൊണ്ടുവന്ന മദ്യം കഴിക്കാൻ കൂട്ടുകാരെ എല്ലാം ക്ഷണിക്കും. അങ്ങനെ കുടിച്ച് ലക്ക് കിട്ടി കഴിയുമ്പോൾ അസഭ്യം പറയുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടോ? എങ്കിൽ അവരെ സൽക്കരിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. തൃശ്ശൂർ വെങ്ങിണിശ്ശേരിയിലെ ഒരു പ്രവാസിക്ക് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വെങ്ങിണിശ്ശേരി സ്വദേശി രാജു ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയപ്പോൾ വീട്ടിൽ സൽക്കാരം നടത്തി. അതിനിടെ മദ്യലഹരിയിൽ പ്രശ്നമുണ്ടാവുകയും സുഹൃത്ത് രാജുവിനെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു. കേസിൽ അയൽവാസി ഫ്രിൻഡോയെ ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ മാസം 4-നാണ് രാജു ദുബായിൽ നിന്ന് നാട്ടിലെത്തിയത്. നാട്ടിലെത്തുമ്പോഴൊക്കെ കൂട്ടുകാരെയെല്ലാം സൽക്കരിക്കുക പതിവാണ്. മരത്തിന്റെ ഫ്രെയിമുകളിൽ ക്ലോക്ക് നിർമ്മിക്കുന്ന വ്യാപാരി കൂടിയായ രാജുവിന്റെ വീടിന് പിന്നിൽ ക്ലോക്ക് നിർമ്മാണത്തിനുള്ള ചെറിയ പുരയുണ്ട്. അവിടെയാണ് സുഹൃത്തുക്കൾക്ക് പതിവായി സൽക്കാരമൊരുക്കാറുള്ളത്. ബുധനാഴ്ച രാത്രി നടന്ന സൽക്കാരത്തിന് 5 സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിരുന്നു. അർദ്ധരാത്രിയോളം എല്ലാവരും ചേർന്ന് മദ്യപിച്ചു. 4 പേർ മടങ്ങിയതിന് പിന്നാലെ പുലർച്ചെയോടെ രാജുവും ഫ്രിൻഡോയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. മദ്യലഹരിയിലുണ്ടായ വാക്കുതർക്കം ആക്രമണത്തിലും കൊലപാതകത്തിലും കലാശിക്കുകയായിരുന്നു. ഫ്രിൻഡോ രാജുവിനെ പട്ടികയെ കൊണ്ട് അടിക്കുകയും കഴുത്തു ഞെരിക്കുകയും ചെയ്തു. രാജു സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. നിലവിളി കേട്ടോടിയെത്തിയവരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. ഉടൻ സ്ഥലത്തെത്തിയ പോലീസിന് നേരെ പ്രതി കയ്യേറ്റത്തിന് ശ്രമിച്ചെങ്കിലും ഇൻസ്പെക്ടർ KN മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇയാളെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കി സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആസൂത്രിതമായ കൊലപാതകമാണോ എന്നും സംഭവത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 തൃശൂർ. കുടുംബത്തോടൊപ്പം പണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു സുരക്ഷിതത്വ ബോധമുണ്ടായിരുന്നല്ലേ? എന്നാൽ ഇക്കാലത്ത് വീട്ടുകാർ ഒപ്പമുണ്ടെങ്കിലും നാട്ടിലിറങ്ങി നടക്കാൻ ഭയപ്പെടേണ്ട സാഹചര്യമാണ്. ലഹരി മാഫിയയും ക്രിമിനൽ സംഘങ്ങളും ഭീതി വിതയ്ക്കുന്നു, അക്രമം അഴിച്ചുവിടുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ പട്ടാപ്പകലാണ് ദമ്പതിമാർക്ക് നേരെ ആക്രമണമുണ്ടായത്. ബൈക്കിലെത്തിയ 3 അംഗ സംഘം ദമ്പതിമാരെ ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുകയും കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആക്രമണത്തിൻ്റെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മോഷണം, ലഹരിക്കടത്തുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ സംഘത്തെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാണ്. ചിറ സ്വദേശികളായ ഹക്കീം, ഭാര്യ ഷെഹീന ഉസ്മാൻ എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കാട്ടാക്കടയ്ക്ക് പൂവച്ചലിന് സമീപം നക്രാഞ്ചിറയിലെ പെട്രോൾ പമ്പിലായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ 3 അംഗ സംഘം ദമ്പതിമാരെ ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുകയും കുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആര്യനാട് നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് 3 അംഗ സംഘം ദമ്പതിമാരെ തടഞ്ഞത്. മാരകായുധം കാട്ടി ഭീഷണിപ്പെടുത്തിയതോടെ ദമ്പതിമാർ ബഹളം വെച്ചു. തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടിയതോടെ അക്രമികൾ ബൈക്കിൽ കയറി സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയായിരുന്നു. മോഷണം, ലഹരിക്കടത്ത് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളും കണ്ടല ഉമ്മൻകുഴി സ്വദേശികളുമായ ഹുസൈൻ, അഫ്സൽ, ഹസൻ, ഹാജ എന്നിവരാണ് അക്രമത്തിന് പിന്നിലെന്ന് ദമ്പതിമാർ നൽകിയ പരാതിയിൽ പറയുന്നു. പ്രതികളായ ഹുസൈനും ഹസനും നിലവിൽ വിഴിഞ്ഞത്താണ് താമസിക്കുന്നത്. സംഭവത്തിൽ ഷെഹീന ഉസ്മാൻ നൽകിയ പരാതിയിൽ കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തെറ്റ് ചെയ്യാത്തവർക്ക് ഈ നാട്ടിലെ നിയമത്തെയും നിയമ സംവിധാനങ്ങളെയും പേടിക്കേണ്ട കാര്യമുണ്ട്. എന്നാൽ നമ്മളൊരു കുറ്റം ചെയ്താലോ ഒരു കേസിൽ പിടിക്കപ്പെട്ടാലോ കാര്യം അങ്ങനെയല്ല അല്ലേ? തിരുവനന്തപുരം വർക്കലയിൽ പൊതുസ്ഥലത്ത് ലഹരി ഉപയോഗിച്ചതിന് എക്സൈസ് സംഘം പിടികൂടിയ യുവാവ് എക്സൈസ് റേഞ്ച് ഓഫീസിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിലേക്കാണ്. മടവൂർ സ്വദേശി അബ്ദുൽ വാഹിദാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. നിരവധി ലഹരി കേസുകളിലെ പ്രതിയാണ് എക്സൈസിന്റെ പിടിയിലായ വാഹിദ്.
മടവൂർ സ്വദേശി അബ്ദുൾ വാഹിദാണ് എക്സൈസ് റേഞ്ച് ഓഫീസിനുള്ളിൽ ആത്മഹത്യാശ്രമം നടത്തിയത്. മടവൂർ ഭാഗത്ത് പരസ്യമായി മദ്യപിച്ച ഇയാളെ നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് വർക്കല എക്സൈസ് സംഘം സ്ഥലത്തെത്തി പിടികൂടിയത്. റേഞ്ച് ഓഫീസിൽ എത്തിച്ചതിനു പിന്നാലെ വാഹിദ് കയ്യിലുണ്ടായിരുന്ന വസ്ത്രത്തിൽ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുകയായിരുന്നെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. വാഹിദിനെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ഇയാൾക്കെതിരെ നേരത്തെ കേസുകളുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 ആറ്റിങ്ങൽ. കാരവാനിൽ നിന്ന് ജയിലിലേക്ക് സംവിധായകൻ രഞ്ജിത്തിന് കഥയെഴുതാനുള്ള പുതിയൊരു വിഷയമാണ്. 10 ദിവസത്തെ ജയിൽവാസം അയാൾക്ക് വേറിട്ടൊരു അനുഭവമായിരിക്കും. ഒരു പെണ്ണിനെ ലൈംഗികമായി ചൂഷണം ചെയ്താൽ ഇതായിരിക്കും നടപടിയെന്ന് രഞ്ജിത്തിന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലേ. യുവനടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ രഞ്ജിത്തിന് ജാമ്യം കിട്ടിയെങ്കിലും നിയമ നടപടികൾ ഇനിയുമുണ്ട്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കാരവാനിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചു വന്ന യുവനടിയുടെ പരാതിയിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്ന പ്രധാന ഉപാധിയോടെയാണ് രഞ്ജിത്തിന് കോടതി ജാമ്യം അനുവദിച്ചത്. രഞ്ജിത്ത് സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യത ഏറെയുള്ളതിനാൽ ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. പ്രശ്നം നടക്കുന്നത് രഞ്ജിത്ത് സംവിധായകനായ സിനിമയുടെ സെറ്റിൽ വെച്ചാണ്. കേസിൽ സാക്ഷികളായിട്ടുള്ളത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവരുമാണ്. അതിനാൽ ജാമ്യം നൽകിയ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല. പ്രതിക്ക് ജാമ്യം നൽകുന്നത് കേസിന്റെ സ്വാഭാവികമായ ഗതിയെ ബാധിക്കില്ലെന്ന് വിലയിരുത്തിയാണ് കോടതി നടപടി. സംഭവം നടന്ന ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകാൻ പാടില്ല, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാക്കണം, അതുകൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാക്കണം എന്നിവയാണ് പ്രധാന ഉപാധികൾ. അന്വേഷണത്തിന്റെ ഭാഗമായി രഞ്ജിത്തിനെ ഫോർട്ട് കൊച്ചിയിലെ സിനിമാ ലൊക്കേഷനിലും കാരവാനിലും എത്തിച്ച് പോലീസ് നേരത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. അതേസമയം രഞ്ജിത്തിനോടുള്ള വൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. നടിയുടെ അഭിനയത്തിലെ പോരായ്മകൾ രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ചില സീനുകൾ വെട്ടിമാറ്റിയിരുന്നു. ഇതാണ് പരാതിക്ക് കാരണമായതെന്നും അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. കുറ്റം നിഷേധിക്കുന്നത് അന്വേഷണവുമായി സഹകരിക്കാതിരിക്കലല്ലെന്നും രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ജാമ്യം ലഭിച്ചതോടെ രഞ്ജിത്ത് എറണാകുളം സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. 10 ദിവസത്തിനു ശേഷമാണ് രഞ്ജിത്ത് പുറത്തിറങ്ങുന്നത്. സമാനമായ ആരോപണങ്ങളിൽ മുൻപും രഞ്ജിത്ത് പ്രതിയായിരുന്നിട്ടുണ്ടെന്നും ജാമ്യം നൽകുന്നത് സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ കാരണമാകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഡിജിറ്റൽ തെളിവുകൾ പോലീസ് പരിശോധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതി പുറത്തിറങ്ങുന്നത് തടസ്സമാകുമെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ കാരവാനിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവനടിയുടെ പരാതിയിലാണ് മാർച്ച് 31-ന് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത്. രഞ്ജിത്ത് പുതിയതായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്ന നടിയാണ് പരാതിക്കാരി. ന്യൂസ് 18 കൊച്ചി. കണ്ണൂരിൽ വോട്ടെടുപ്പിന് പിന്നാലെ വ്യാപക അക്രമ സംഭവങ്ങളാണ് ഉണ്ടായത്. പയ്യന്നൂർ മാവിച്ചേരിയിൽ വി കുഞ്ഞികൃഷ്ണന്റെ അനുഭാവി പുരുഷോത്തമന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. ജനച്ചില്ലുകൾ അടിച്ചു തകർത്ത അക്രമികൾ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് തീയിടാൻ ശ്രമിച്ചു. കാറമേലിൽ കുഞ്ഞികൃഷ്ണന് വേണ്ടി എഴുതിയ ചുവര് പൂർണ്ണമായും തകർത്തതായി പരാതിയുണ്ട്. മട്ടന്നൂർ മാലൂരിൽ BJP ബൂത്ത് ഏജന്റിന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. മയ്യലിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് അക്രമികൾ അടിച്ചു തകർത്തു. കഴിഞ്ഞ ദിവസം വൈകിട്ട് മയ്യലിൽ CPM പ്രവർത്തകനെ കുത്തേറ്റതിൻ്റെ തുടർച്ചയാണ് ആക്രമണമെന്നാണ് സൂചന.
തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. തളിപ്പറമ്പ് മലപ്പട്ടം 230 നമ്പർ ബൂത്തിലെ UDF ബൂത്ത് ഏജന്റ് രാജേഷ് MP ആക്രമിച്ചതായി പരാതി ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെ മയ്യിൽ മുല്ലക്കൊടിയിൽ പോളിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന LDF ബൂത്ത് ഏജന്റിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. CPM പ്രവർത്തകൻ മുല്ലക്കൊടി കുറ്റിച്ചിറയിലെ PP പ്രകാശനാണ് കുത്തേറ്റത്. പ്രകാശൻ പോളിംഗ് കഴിഞ്ഞ് UDF ബൂത്ത് ഏജന്റായ ഭാസ്കരനൊപ്പം മടങ്ങവെയാണ് സംഭവം. ഭാസ്കരന്റെ സഹോദരനും കോൺഗ്രസ് പ്രവർത്തകനുമായ P കൃഷ്ണൻ കയ്യിൽ കരുതിയ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ രാത്രിയോടെ ഭാസ്കരന്റെ വീട് CPM പ്രവർത്തകർ അടിച്ചു തകർത്തു. കണ്ണൂർ മയ്യിലിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണമുണ്ടായി. ആക്രമണത്തിന് പിന്നിൽ CPM പ്രവർത്തകരെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പയ്യന്നൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച V കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്ന പയ്യന്നൂർ മാവിച്ചേരി സ്വദേശി T പുരുഷോത്തമന്റെ വീടിനു നേരെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ആക്രമണമുണ്ടായി. വീടിന്റെ ജനാലച്ചില്ലുകൾ തകർത്തു. കാർ കത്തിക്കാനുള്ള ശ്രമവും നടന്നു. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പയ്യന്നൂർ കാറമേലിൽ V കുഞ്ഞികൃഷ്ണന് വേണ്ടി ചുമരെഴുതിയ മതിലും തകർത്തു. സ്ഥലത്തിന്റെ ഉടമ KP രേഖ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കണ്ണൂർ മട്ടന്നൂർ മാലൂരിൽ BJP ബൂത്ത് ഏജന്റ് റിജീഷിന്റെ വീടിനു നേരെയും ആക്രമണമുണ്ടായി. വ്യാപകമായ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയിലാണ് പോലീസ്. News 18 കണ്ണൂർ. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് പലയിടത്തും ഒട്ടേറെ അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. എറണാകുളം വാഴക്കുളത്ത് വീടിന് നേരെ കല്ലേറുണ്ടായി. വാഴക്കുളം പള്ളിക്കുന്ന് സ്വദേശി റിജോയുടെ വീടിന് നേരെയാണ് ബൈക്കിലെത്തിയ സംഘം കല്ലെറിഞ്ഞത്. റിജോയുടെ സ്ഥലത്ത് ഫ്ലെക്സ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കല്ലേറിൽ കലാശിച്ചത്. കുടുംബത്തിന്റെ പരാതിയിൽ വാഴക്കുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 11:45ഓടെയാണ് ബൈക്കിലെത്തിയ സംഘം റിജോയുടെ വീടിനു നേരെ കല്ലെറിഞ്ഞത്. റിജോയുടെ സ്ഥലത്ത് ഫ്ലെക്സ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കല്ലേറിൽ കലാശിച്ചത്. ഇത് 3-ാം തവണയാണ് സ്ഥലത്ത് ഫ്ലെക്സ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. 2021-ലും സമാനമായ രീതിയിൽ LDF പ്രവർത്തകരുമായി തർക്കം ഉടലെടുത്തിരുന്നു. റിജോയുടെ അനുവാദം കൂടാതെ ഫ്ലെക്സ് സ്ഥാപിച്ചതാണ് തർക്കത്തിന് കാരണമായത്. ഇത്തവണയും റിജോയുടെ അനുമതിയില്ലാതെ മതിലിൽ LDF ബുക്ക്ഡ് എന്ന് എഴുതിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത റിജോ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് എഴുതിയത് മായ്ക്കുന്നതിനുള്ള നടപടിയെടുക്കുകയും ചെയ്തു. ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് കല്ലേറിൽ കലാശിച്ചതെന്ന് റിജോ പറയുന്നു. ഞാനും മമ്മിയും പുറത്തിറങ്ങിയപ്പോൾ രണ്ടുപേര് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് ബൈക്കിൽ നിന്ന് ഭയങ്കരമായി തെറി, ഒരു രീതിയും പറയാൻ കൊള്ളാത്ത വൃത്തിയോടെ ഭയങ്കരമായിട്ട് വിളിച്ചു പറയുന്നു. അവർ അരമണിക്കൂർ തെറി പറഞ്ഞ ശേഷം അവർ മുകളിലേക്ക് പോകുന്നു. പിന്നെ രാത്രി ഒരു 12 മണിയോടുകൂടി 11:47 ഒരു ഭയങ്കര ശബ്ദം കേട്ടിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഒരു മരണഭീതി ഉളവാക്കുന്ന ശബ്ദമാണ് കേട്ടോ. ഭയങ്കര എന്തോ പൊട്ടുന്ന ശബ്ദം കിട്ടും. അപ്പോൾ ഞാൻ മമ്മി ഇറങ്ങി വന്നപ്പോൾ വീടിന്റെ ചെപ്പുറയെ കാണുന്നതാണ് വീടിന്റെ ജനലിന്റെ ഗ്ലാസ് പൊട്ടിക്കിടപ്പുണ്ട്. 2 കല്ലും ഇവിടെ കിടപ്പുണ്ട്. വീടിന്റെ മുൻവശത്തെ ജനാല ചില്ലാണ് തകർന്നിരിക്കുന്നത്. 2 കല്ലുകളാണ് എറിഞ്ഞത്. ബുള്ളറ്റിലെത്തി ഒരാൾ കല്ലെറിയുന്നതും മടങ്ങിപ്പോകുന്നതും വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അമ്മയും റിജോയും മാത്രമാണ് വീട്ടിലുള്ളത്. വലിയ ശബ്ദത്തോടെയാണ് കല്ല് വീണതെന്നും ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങിയതെന്നും റിജോ പറഞ്ഞു. റിജോയുടെ പരാതിയിൽ വാഴക്കുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാത്യു കുഴൽനാടൻ MLAയും UDF പ്രവർത്തകരും സ്ഥലത്ത് സന്ദർശനം നടത്തി. News 18 കോതമംഗലം.
വീറും വാശിയും നിറഞ്ഞതായിരുന്നു ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ പലയിടത്തും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. ഇടുക്കിയിൽ CPM-കാരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ചത്. കേസിൽ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം ആലാനിക്കൽ ബേബി, രാജകുമാരി സ്വദേശികളായ ഷെബി, അജിത് എന്നിവരെ രാജാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പോളിംഗ് ദിനത്തിലാണ് കോൺഗ്രസ് രാജകുമാരി മണ്ഡലം പ്രസിഡന്റ് റോയ് ചാത്തനാട്ടിനെ മാരകായുധങ്ങളുമായി എത്തി ആക്രമിച്ചത്. CPM സേനാപതി അവണക്കുഞ്ചാൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ആലാനിക്കൽ ബേബി, രാജകുമാരി തളിയച്ചിറയിൽ ഷേബി, ആമണക്കുഞ്ചാൽ ലക്ഷം വീട് ഉന്നതിയിലെ അജിത് എന്നിവരെയാണ് രാജാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളും കണ്ടെടുത്തു. കർഷക വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് UDF രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം LDF-ന്റെ പ്രകടന പത്രിക കത്തിച്ചിരുന്നു. ഇതിന് നേതൃത്വം നൽകിയതാണ് റോയ് ചാത്തനാട്ടിനെ CPM പ്രവർത്തകർ ആക്രമിക്കാനുള്ള കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഒന്നാം പ്രതി ബേബിയുടെ ജീപ്പിലെത്തിയ സംഘം മദ്യലഹരിയിലായിരുന്നെന്ന് മർദ്ദനമേറ്റ റോയ് ചാത്തനാട് പറഞ്ഞു. മറ്റത്തി ബാബുസിൻ്റെ ഇളയമാണ് തലയിച്ചൽ ഷെയ്മിയുടെ വന്നിട്ട് ഇനി ഞങ്ങളുടെ പ്രകടന പത്രിക കത്തിക്കോ എന്ന് ചോദിക്കുന്നു. ആരാనికి പോയി വടിവാള കിട്ടായിരുന്നു. അത് 3 അടി നീളമുള്ള വാള കിട്ടാണ്. ഞാൻ വാളിന് വട്ടം പിടിച്ചപ്പോൾ 2 പേര് കൂടി എൻ്റെ തലയ്ക്കോട്ടും ചങ്കിനോട്ടും ഇടിക്കുകയായിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു. ഒരു ഇലക്ഷൻ കഴിയുന്ന സമയത്ത് പരാജയഭീതിയും വന്നിട്ടുണ്ട്. ഒരു വടിവാളുമായിട്ട് ഈ പഞ്ചായത്തിലുള്ളതല്ല മറ്റു പഞ്ചായത്ത് നാളെ വിളിച്ചു ചോദിച്ചു. CPM-ന്റെ പൊതുവാണ്. സംഭവ ദിവസം രാവിലെ ഇവർ റോയിയെ അന്വേഷിച്ച് രാജകുമാരിയിലെ പോളിംഗ് ബൂത്തിന് സമീപമെത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. പോളിംഗ് അവസാനിച്ച ശേഷം റോയിയെ ഫോണിൽ വിളിച്ച് എവിടെയാണെന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് രാജകുമാരിയിലെ തോട്ടം മേഖലയായ ഖജാനാപ്പാറയിലെത്തി ആക്രമണം നടത്തിയത്. കൊല്ലുമെന്ന് ആക്രോശിച്ചുകൊണ്ട് ഒന്നാം പ്രതി ബേബി വടിവാൾ വീശിയെങ്കിലും റോയി ഒഴിഞ്ഞുമാറി. തുടർന്ന് അജിത്തും ഷേബിയും ചേർന്ന് റോയിയുടെ മുഖത്തിടിക്കുകയും കൊളുത്തുപോലുള്ള ഇരുമ്പിന്റെ ആയുധം ഉപയോഗിച്ച് തലയിൽ അടിക്കുകയുമായിരുന്നു. ഇയാൾ ഇപ്പോഴും ചികിത്സയിലാണ്. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. വോട്ടിന് കോഴ ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ മൊഴിയെടുത്തു. പാലക്കാട് വരണാധികാരിയാണ് മൊഴിയെടുത്തത്. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ധൻബാദ് ആലപ്പുഴ ട്രെയിനിന്റെ ജനറൽ കോച്ചിൽ നടത്തിയ പരിശോധനയിൽ 3 ബാഗുകളിൽ നിന്നായി 24 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ പദ്ധതിയിട്ട സംഘത്തിലെ 3 പേർ ബീഹാറിൽ പിടിയിൽ. ബക്സർ ജില്ലയിലെ സിംറി പ്രദേശത്ത് നടത്തിയ റെയ്ഡിൽ മുഖ്യപ്രതി അമൻ തിവാരിയും പിന്നീട് 2 കൂട്ടാളികളെയും പിടികൂടി. കുട്ടികളിലെയും കൗമാരക്കാരിലെയും ആത്മഹത്യാ നിരക്ക് പരിശോധിച്ചാൽ അമ്പരന്ന് പോകും. ചെറിയ പ്രായത്തിൽ ഇത്രയേറെ കുട്ടികൾ എന്തിനാണ് ജീവിതം വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കുന്നതെന്ന് സ്വാഭാവികമായും ചിന്തിക്കുന്നുണ്ടല്ലേ? എന്തു പ്രശ്നമാണ് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്ന ചോദ്യം പലർക്കും മുന്നിലും ഉത്തരം കിട്ടാതെ നിൽക്കുന്നുണ്ട്. കണ്ണൂരിൽ BDS വിദ്യാർത്ഥി കെട്ടിടത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കിയ സംഭവമാണ് ഒടുവിലത്തേത്. തിരുവനന്തപുരം സ്വദേശി നിധിൻ രാജാണ് മരിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥിയായ നിധിന് എന്താണ് സംഭവിച്ചതെന്നറിയണം. ഇനി ജീവിക്കേണ്ട എന്ന ചിന്ത അവനിൽ എങ്ങനെയാണ് വന്നത്? അതീവ ഗൗരവമായി കാണേണ്ട വിഷയമാണ് കുട്ടികളിലെയും കൗമാരക്കാരിലെയും ആത്മഹത്യാ ശ്രമങ്ങൾ. മനുഷ്യൻ്റെ വികാരങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പലപ്പോഴും സമൂഹത്തിൽ വലിയ ശ്രദ്ധ കിട്ടാറില്ല. കുട്ടികളുമായി തുറന്ന് സംസാരിക്കാവുന്ന ബന്ധം എത്ര വീടുകളിലുണ്ട്? എൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാനോ പരിഹരിക്കാനോ ആരുമില്ലെന്ന് തോന്നലാകാം കുട്ടികളിലെ പലപ്പോഴും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണവും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.